ചുവന്ന ചേല ചുറ്റി മുഖത്ത് മുഴുവൻ ചായം തേച്ച് തലയിൽ കിരീടവും കഴുത്തിലും കൈയിലും കാലിലും കാതിലും ആഭരണങ്ങൾ അടിഞ്ഞ ആ വെള്ളാട്ടുകോലം. അതിൻ്റെ അരയിലെ ആഭരണത്തോടൊപ്പം കിടന്നാടുന്ന കുരുത്തോലകൾ. ബിയർ തൊട്ടിയ ദേഹവുമായി പമേല നിസ്സഹായയായി ആ രൂപത്തെ നോക്കി. എൻ്റെ കുഞ്ഞ്, വയറ്റിൽ കൈവച്ചുകൊണ്ട് അവൾ പദം പറഞ്ഞു. മുന്നിൽ നിൽക്കുന്ന രൂപം തട്ടഹസിച്ചുകൊണ്ട് ചിരിച്ചു. അതിൻ്റെ കയ്യിൽ ചോരയിൽ കുളിച്ചൊരു കുഞ്ഞുണ്ടായിരുന്നു. ജനിച്ച് മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞ കുഞ്ഞ്. എൻ്റെ കുഞ്ഞിനെ താ, അവൾ അതിനെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു. മറുപടി അലർച്ചയായിരുന്നു. മേഘങ്ങൾ പിളരുന്ന അലർച്ച. ബഹളം കേട്ട് കുഞ്ഞു കരഞ്ഞു. ആ സമയം കോലം നിലത്തേക്കിരുന്ന് കുഞ്ഞിനെ താലോലിക്കാൻ തുടങ്ങി. അതോടെ കുഞ്ഞ് കരച്ചിൽ നിർത്തി. എൻ്റെ കുഞ്ഞ്! പമേല അപ്പോഴും കരഞ്ഞുകൊണ്ടേയിരുന്നു. അവൾക്ക് ആ കോലത്തിനടുത്തേക്ക് നടന്നു പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ കാലുകൾ അനങ്ങുന്നില്ല. തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നത് പോലും വളരെ പതുക്കെയാണ്. വൈകാതെ അവൾ നോക്കി നിൽക്കെ കുഞ്ഞിനെയും കൊണ്ട് കോലം അവിടെ നിന്ന് പോയി. നിസ്സഹായമായി അത് കണ്ടു നിൽക്കാൻ മാത്രമേ പമേലയ്ക്ക് സാധിച്ചുള്ളൂ. എൻ്റെ കുഞ്ഞ്! വയറ്റിൽ കൈവച്ചുകൊണ്ട് പമേല ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റതും കട്ടിലിൽ തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്ന മീനമ്മ ആശങ്കയോടെ പമേലയെ നോക്കി. 2 നിമിഷം കഴിഞ്ഞാണ് താൻ ഇത്രയും നേരം കണ്ടത് ഒരു സ്വപ്നമാണെന്നും താനിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളതെന്നുമെല്ലാം പമേലയ്ക്ക് മനസ്സിലായത്. മീനമ്മു, ഞാനെന്താ ഇവിടെ? എൻ്റെ കുഞ്ഞ്! പമേലയ്ക്ക് അവളുടെ ആരോഗ്യത്തേക്കാൾ ഇപ്പോൾ പ്രധാനം അവളുടെ കുഞ്ഞായിരുന്നു. മീനമ്മ എന്തെങ്കിലും പറയും മുമ്പേ ഡോക്ടർ അങ്ങോട്ട് വന്നിരുന്നു. ഡോക്ടർ, എൻ്റെ കുഞ്ഞ്! പമേലയ്ക്ക് തൻ്റെ കുഞ്ഞ് തൻ്റെ വയറ്റിൽ സുരക്ഷിതമാണോ എന്നറിയാതെ ഒരു സമാധാനമില്ലായിരുന്നു. പമേല, പേടിക്കേണ്ട, നിന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞത് കേട്ട് ആശ്വാസത്തോടെ അവൾ വയറ്റിൽ കൈവച്ചു. എനിക്ക് എന്താണ് പറ്റിയത് ഡോക്ടർ? വളരെയധികം സമാധാനത്തോടെയാണ് ഇത്തവണ അവൾ ചോദ്യം ചോദിച്ചത്. പമേല ഒന്ന് തല കറങ്ങി വീണു. ചിലപ്പോൾ സ്ട്രെസ് മൂലമാകാം. ഇനി അധികം ടെൻഷൻ അടിക്കരുത്, അത് കുഞ്ഞിന് ദോഷം ചെയ്യും. ഡോക്ടർ പറഞ്ഞതിനെല്ലാം പമേല തലയാട്ടി. എന്തായാലും ഇന്നിവിടെ റെസ്റ്റ് എടുത്തോളൂ, നാളെ തിരിച്ച് വീട്ടിൽ പോകാം. വേണ്ട ഡോക്ടർ, ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം. ഹോസ്പിറ്റൽ ബില്ലിനെക്കുറിച്ച് ഓർത്താണ് പമേല അങ്ങനെ പറഞ്ഞത്. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ. ഇതുവരെയുള്ള ബില്ല് പേ ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തോടെ ഞാൻ ഡിസ്ചാർജ് എഴുതി തരാം. അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി. മാഡം, ഞാൻ ശരിക്കും പേടിച്ചുപോയി. മീനമ്മു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പമേല ഹോസ്പിറ്റൽ ബില്ല് എങ്ങനെ അടയ്ക്കുമെന്നാണ് ചിന്തിക്കുന്നുണ്ടായിരുന്നത്. മീനമ്മു, ഈ മോതിരം വിറ്റ് ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം അടച്ചോളൂ. ലൂക്കാസിൻ്റെ ഓർമ്മയ്ക്കായി അവളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരിയെടുത്ത് പമേല മീനമ്മുവിന് നേരെ നീട്ടി. എത്ര പണം കിട്ടുമെന്നറിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ല. എന്തുകൊണ്ടോ പമേല പറഞ്ഞത് കേട്ട് മീനമ്മുവിന് സങ്കടം വന്നു. ആദ്യമായി അവളുടെ അവസ്ഥയോർത്ത് അവർക്ക് ദയനീയത തോന്നി. മീനമ്മ മോതിരവുമായി അവിടെ നിന്ന് പോയി. ആ സമയം പമേല ആ മോതിരം തൻ്റെ അണിവിരലിലേക്ക് ഇടുന്നേരം ലൂക്കാസ് പറഞ്ഞ വാക്കുകൾ ഓർത്തു. ഇതെൻ്റെ പ്രണയമാണ്, ഒരിക്കലും നീ ഇത് ഉപേക്ഷിക്കരുത്. അവളുടെ വിരലിൽ സ്നേഹാർദ്രമായി ചുംബിച്ചു അവൻ. ഇല്ല, ഞാൻ മരിച്ചാലും ഇത് ഞാൻ ഉപേക്ഷിക്കില്ല. അതേപോലെ ഈ പ്രണയവും. അത് പറയുമ്പോൾ പമേലയുടെ ഉള്ളിൽ എവിടെയോ കുറ്റബോധം നീറി പുകയുന്നുണ്ടായിരുന്നു. ഓരോന്നോർത്ത് തലയിണയിൽ മുഖം അമർത്തി പമേല കരഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു ലൂക്കാസ്. നിന്നേക്കാളും ഞാൻ അവനെ പ്രണയിച്ചിരുന്നു. അല്ല, പ്രണയിക്കുന്നു. നീലനെ മറക്കാൻ പോയിട്ട് ഓർക്കാതിരിക്കാൻ പോലും പമേലയ്ക്ക് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അവനോളം മറ്റാരും തന്നെ അവളുടെ ജീവിതത്തിൽ അത്രയും സ്വാധീനം ചെലുത്തിയിട്ടില്ല. പമേല കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്ന് സ്വയം പദം പറഞ്ഞ് ഓരോന്നോർത്ത് കരഞ്ഞു. ലൂക്കാസിനെ ചതിച്ചതോർത്ത്, നീലനെ പിരിഞ്ഞതോർത്ത്, എല്ലാറ്റിനുമുപരി തനിച്ചായി പോയ അവളുടെ ജീവിതത്തെ ഓർത്ത് അവൾ കരഞ്ഞു. കരഞ്ഞുകൊണ്ടേയിരുന്നു. ലിച്ചിയെ ആരും കൊണ്ടുപോയിട്ടില്ല സിസ്റ്റർ, അവൾ ദേ അവിടെയുണ്ട്. ജാനറ്റ് വിരൽ ചൂണ്ടിയ ഫാദർ ഗോലിയാത്തിൻ്റെ വീട്ടിലേക്ക് നോക്കി ഡെല്ല തൻ്റെ മുറിയിൽ നിന്നു. ഇന്നത്തെ രാത്രി അവിടെ കണ്ട വെളിച്ചത്തെക്കുറിച്ച് അവൾ ആലോചിച്ചു. ഇതുവരെ അവൾ അവിടെ കാണാത്ത വെളിച്ചവും ഇന്ന് മദറും ജാനറ്റും പറഞ്ഞതെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ എന്തോ ഒരു പന്തികേട് അവൾക്ക് തോന്നി. നേരം ഉച്ചയായിട്ടുണ്ടായിരുന്നുള്ളൂ. അനാഥാലയത്തിൽ മദർ ഉൾപ്പെടെ എല്ലാവരും ഉച്ചമയക്കത്തിലാണ്. രണ്ടും കൽപ്പിച്ച് ഡെല്ല ആ വീട്ടിലേക്ക് പോയി നോക്കാൻ തീരുമാനിച്ചു. മുള കൊണ്ട് നിർമ്മിച്ച വേലി കവച്ചു വെച്ച് കാട് പിടിച്ചു കിടക്കുന്ന മുറ്റം കടന്ന് വീടിനകത്തേക്ക് ഡെല്ല നടന്നു. പുറത്തുനിന്ന് താഴിട്ട് പൂട്ടിയിരിക്കുന്ന വാതിൽ കണ്ടതും ഡെല്ല ഒരു നിമിഷം എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ശങ്കിച്ചു നിന്നു. ഒരുപക്ഷെ പിന്നിലെ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിലോ? അവൾ അങ്ങോട്ടേക്ക് നടന്നു. വിചാരിച്ച പോലെ പിന്നിലെ വാതിൽ വെറുതെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഡെല്ല പഴകി ദ്രവിച്ച ഇരുമ്പ് സാക്ഷ തുറന്നു.
മാറാലയും പൊടിയും പിടിച്ചു കിടക്കുന്ന വീടിനകത്തേക്ക് കയറി. വീടിനകത്തേക്ക് നടക്കും തോറും ഇരുട്ട് പരക്കുന്നത് അവൾ അറിഞ്ഞു. ഈ ഉച്ചവെയിലിലും അവിടെ ഇരുട്ടാണ്, രാത്രിയുടെ ഇരുട്ട്. പ്രധാന ഹാളിലെത്തിയതും ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ അവൾ കണ്ടു. അതിന് താഴെ ഫാദർ ഗോൺസാലോസ് ബ്രൗൺസ് എന്ന് എഴുതിയിരിക്കുന്നത് ഡെല്ല വായിച്ചു. ഗോലിയാത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഗോൺസാലോസ്. അവർ ഇരുവരും ഒരുമിച്ചായിരുന്നു ഈ വീട്ടിൽ താമസം. രണ്ടുപേരും വൈദികർ. എന്നാൽ ഗോലിയാത്തിൻ്റെ മരണശേഷം ഗോൺസാലോസ് ഇവിടെ നിന്ന് താമസം മാറുകയായിരുന്നു. ആ വീട്ടിൽ ഗോലിയാത്തിന് ഒരൊറ്റ ചിത്രം പോലും ഉണ്ടായിരുന്നില്ല. അയാൾ ദുർമന്ത്രവാദിയാണെന്ന് അറിഞ്ഞ ശേഷം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ചിരുന്നു. അന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടതായിരിക്കാം. ഡെല്ല ഹാളിന് ഇടതുവശത്തുള്ള ഇടനാഴിയിലേക്ക് നടന്നു. അതിനു മുമ്പ് ഹാളിൽ ഇരിപ്പുണ്ടായിരുന്ന മെഴുകുതിരികളിൽ ഒന്നെടുത്ത് കത്തിക്കാനും അവൾ മറന്നില്ല. ഇരുട്ടിൽ മെഴുകുതിരി വെട്ടത്തിൽ ഇടനാഴിയിലൂടെ നടന്നവൾ എത്തിച്ചേർന്നത് ഒരു വരാന്തയിലാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് മുറികളാണ്. ഇതിലൊരു മുറി ഫാദർ ഗോലിയാത്തിൻ്റേതാകാം. അദ്ദേഹം ആത്മഹത്യ ചെയ്ത മുറി. മുന്നോട്ട് നടക്കാൻ കഴിയാതെ ഡെല്ലയുടെ കാലുകൾ നിന്ന് വിറച്ചു. തന്നെ ആരോ പിന്തുടരുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരു നിമിഷം അവൾ നടത്തം നിർത്തി. താൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് ആലോചിച്ചു. ഉള്ളിൽ നിന്ന് ആരോ തിരിച്ചു പോകാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ലിച്ചിയുടെ മുഖം, ജാനറ്റിൻ്റെ വാക്കുകൾ, ഇന്നലെ രാത്രി അവൾ കണ്ട വെളിച്ചം എല്ലാം അവളെ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിച്ചു. എല്ലാറ്റിൻ്റെയും അവസാനം ഒന്നുകിൽ സത്യം കണ്ടെത്തും, അല്ലെങ്കിൽ മരണമാണ്. സത്യം അറിയാതെയുള്ള ജീവിതത്തേക്കാൾ ഭേദം മരണമാണ്. കഴുത്തിൽ കിടക്കുന്ന കൊന്തയിൽ മുറുക്കെ പിടിച്ച് ഡെല്ല മുന്നോട്ട് നടന്നു. അവസാനത്തതിന് തൊട്ടു മുമ്പുള്ള മുറി എത്തിയപ്പോൾ അവൾ അതിനകത്തേക്ക് കയറി. ആ മുറിയിലെ ജനാലയിലൂടെ നോക്കിയാൽ അനാഥാലയത്തിലെ ഡെല്ലയുടെ മുറി വ്യക്തമായി കാണാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ മുറിയിൽ നിന്നാകാം വെളിച്ചം വന്നത്. ഡെല്ല ആ മുറി സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. മുറിയുടെ മൂലയിൽ കിടക്കുന്ന ഒരു പാവക്കുട്ടി ഡെല്ലയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ അത് കയ്യിലേക്കെടുത്തു. സസൂക്ഷ്മം വീക്ഷിച്ചു. ഇത് ലിച്ചിയുടെ പാവയല്ലേ? അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരത്തുള്ളികൾ കണ്ടപ്പോൾ ഡെല്ല ഞെട്ടലോടെ ആ പാവ താഴേക്കിട്ടു. നിലത്തൊരു കയറും കിടപ്പുണ്ട്. അതിലും ചോര പറ്റിയിട്ടുണ്ട്. ഡെല്ലയ്ക്ക് ഏകദേശം കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടി. പക്ഷെ ആര്, എങ്ങനെ, എന്തിന് എന്ന ചോദ്യങ്ങൾ മാത്രം അവളുടെ ഉള്ളിൽ ബാക്കിയായിരുന്നു. ലിച്ചി! നിലത്തുനിന്ന് പാവയെടുത്ത് ഡെല്ല ഉച്ചത്തിൽ പ്രതീക്ഷയോടെ അവളുടെ പേര് വിളിച്ചു. മറുപടി മൗനമായിരുന്നു. വീണ്ടും വീണ്ടും അവളെ വിളിച്ച് ഡെല്ല ആ വീട്ടിലെ ഓരോ മുറിയിലും കയറിയിറങ്ങി. ഗോവണി കയറി മുകളിലെ നിലയിലേക്ക് അവൾ നടന്നു. ഉറക്കെ ലിച്ചിയെ വിളിച്ചു. പക്ഷെ അവളുടെ സ്വരം അവിടെ മൊത്തം പ്രതിധ്വനിച്ചതല്ലാതെ ഒരു മറുപടിയും അവൾക്ക് ലഭിച്ചില്ല. ഡെല്ലയ്ക്ക് വല്ലാത്ത കരച്ചിൽ വന്നു. ലിച്ചിക്ക് അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഒടുവിൽ ഡെല്ല വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. തിരികെ അനാഥാലയത്തിലേക്ക് വന്നു. നേരെ മദറിൻ്റെ മുറിയിലേക്കാണ് അവൾ പോയത്. മുറി തുറക്കും മുമ്പ് അകത്തുനിന്ന് ആരോടോ അവർ ഫോണിൽ സംസാരിക്കുന്നത് ഡെല്ല കേട്ടു. നിങ്ങൾ പേടിക്കേണ്ട, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇന്ന് രാത്രി കുട്ടിയെ കൊണ്ട് ഫാദറും അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഫാദറും കൂടി അറിഞ്ഞാണോ ഇത്? ഡെല്ലയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഇത്രയും കാലം നല്ലവരെന്ന് കരുതിയവരുടെ പൊയ്മുഖം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അവളുടെ മുമ്പിൽ അഴിഞ്ഞു വീഴുന്നത്. ഡെല്ല ധൃതിയിൽ പള്ളിമേടയിലേക്ക് ഓടി. രാത്രിയുടെ ഇരുട്ട് വീഴും മുമ്പ്, ഫാദർ അവളെയും കൊണ്ട് പോകും മുമ്പ് ഡെല്ലയ്ക്ക് കണ്ടെത്തേണ്ട ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ തേടി അവൾ പള്ളിമേടയിലെ ലൈബ്രറിയിലേക്ക് ഓടി. മനുഷ്യർക്കറിയാത്ത രഹസ്യങ്ങൾ ചിലപ്പോൾ ആർക്കും പിടികൊടുക്കാതെ അക്ഷരങ്ങൾക്കിടയിൽ മറിഞ്ഞിരിപ്പുണ്ടാകും. രഹസ്യങ്ങൾ കണ്ടെത്താൻ വരുന്നവരെ കാത്ത് ആ അക്ഷരങ്ങൾ കടലാസ താളുകൾക്കിടയിൽ കിടന്ന് മയങ്ങുകയായിരിക്കാം. നമ്മെ ജീവനതുല്യം സ്നേഹിക്കുന്നവരെ പറ്റിക്കാൻ എളുപ്പമാണ്. പ്രണയത്താൽ അന്ധമായി പോയ അവരുടെ മനസ്സിൽ സ്നേഹിക്കുന്നവർ എന്തു ചെയ്താലും അത് ശരിയായിരിക്കും. പിന്നെ കള്ളം പോലും സ്നേഹത്തെ കൂട്ടുപിടിച്ച് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു പോകും. പമേലയും ലൂക്കാസിനോട് ചെയ്തത് അതേ കൺകെട്ട് വിദ്യയായിരുന്നു. സ്നേഹം കൊണ്ട് മൂടിയ കൺകെട്ട്. അവർ പ്രണയത്തിലായ ശേഷം രാവിലെ എന്നും നടക്കാൻ പോകുന്നത് പതിവായിരുന്നു. മഞ്ഞ് പെയ്യുന്ന താഴ്വരയിലൂടെ ലൂക്കാസിൻ്റെ കയ്യും പിടിച്ച് നടക്കുമ്പോൾ താൻ തനിച്ചല്ല, തന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്നുള്ള സന്തോഷമായിരുന്നു പമേലയ്ക്ക്. അങ്ങനെ ഒരു പ്രഭാതത്തിൽ അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് തോളിൽ തോൾ ചാഞ്ഞ് നീഹാരം പെയ്യുന്ന വഴിയിലൂടെ നടക്കുകയായിരുന്നു പമേല. കട്ടിയുള്ള വൂളൻ കോട്ട് ധരിച്ചിട്ടും ആ തണുപ്പിൽ അവരുടെ ദേഹം വിറകൊണ്ടു. നടന്നൊടുവിൽ നദിക്കരയിൽ പോയി അവരിരുന്നു. നദിയിലെ ജലത്തിൽ നിറയെ മഞ്ഞുപാളികളാണ്. ചുറ്റുപാട് മൂടൽ തന്നെ. സൂര്യൻ മേഘങ്ങൾക്കിടയിൽ എവിടെയോ മറഞ്ഞു നിൽക്കുകയാണ്. പമേല, ലൂക്കാസ് വിളിച്ചത് കേട്ട് അവൾ അവന് നേരെ തിരിഞ്ഞു. ഞാൻ നിന്നെ ചുംബിച്ചോട്ടെ? ചോദ്യം വളരെ ലളിതമായിരുന്നു. അതിനുത്തരം പറയാതെ പമേല അവന് നേരെ മുഖമടുപ്പിച്ചു. അവർ ഇരുവരുടെയും ചുണ്ടുകൾ വിറകൊണ്ടു.
അവളുടെ മുഖത്തെ കൈക്കുമ്പിളിലാക്കിക്കൊണ്ട് ലൂക്കാസ് അവളെ ചുംബിച്ചു. അവരുടെ ആദ്യ ചുംബനം. സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ആ ചുംബനം അവസാനിച്ചതും നെടുവീർപ്പോടെ ലൂക്കാസ് പമേലയെ നോക്കി. ആ നോട്ടം സഹിക്കവയ്യാതെ അവൾ മുഖം താഴ്ത്തി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ചുംബനമായിരുന്നു ഇത്, ലൂക്കാസ് അവളോടായി പറഞ്ഞു. എൻ്റെയും. അത് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു. ആദ്യത്തെ ചുംബനം. പെട്ടെന്ന് അവൾ അവനെ ഓർത്തു. മുല്ലപ്പൂ മണമുള്ള ആ തൊടിയിൽ വെച്ച് തൻ്റെ ഇടത് കവിളിൽ അവൻ നൽകിയ സ്നേഹചുംബനം. അന്ന് തൻ്റെ ഹൃദയം പിടഞ്ഞതുപോലെ, ശ്വാസം മുട്ടിയതുപോലെ, തൊണ്ടക്കുഴി വരണ്ടതുപോലെ, അടിവയറ്റിൽ കുളിര് കൊണ്ടതുപോലെ ഒരനുഭൂതി പിന്നീട് ഒരിക്കലും തനിക്കുണ്ടായിട്ടില്ല. അതായിരുന്നു ആദ്യത്തെ ചുംബനം. അതിലും തീവ്രതയേകാൻ ഒന്നിനും കഴിഞ്ഞിട്ടില്ല, ഒന്നിനും. എന്നിട്ടും കള്ളം പറഞ്ഞു. എന്തിന്? ഇനിയൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ, ഒറ്റയ്ക്കായി പോകാതിരിക്കാൻ. പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നത് മുതൽ സേവ്യർ ആരെയൊക്കെയോ വിളിക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടവരെയായിരുന്നു. പച്ചവീട് വിൽക്കാൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്ത്? നിങ്ങൾക്ക് സമ്മതമാണോ? സ്ഥലവും പുരയിടവും കൂടി ഏകദേശം 1 ഏക്കർ ഉണ്ടാകും. ഫോൺ നിർത്തിയപ്പോൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു സേവ്യർ. വീട് വാങ്ങാൻ ഒരാളെ കിട്ടിയിരിക്കുന്നു. ഈ വിവരം പമേലയെ അറിയിക്കാനായി ലാൻഡ് ഫോണിൽ അവളെ വിളിച്ചിട്ടും ബെല്ലടിക്കുന്നതല്ലാതെ ആരും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇനി മാഡം തിരിച്ചുപോയി കാണുമോ? സേവ്യറിൻ്റെ ഉള്ളിൽ പലതരം സംശയങ്ങൾ നിറഞ്ഞു. ഒടുവിൽ ഇന്ന് തന്നെ പച്ചവീട്ടിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു. അമ്മച്ചി, ഞാനിന്ന് വൈകിട്ട് പോവാണ്. ഒരു കച്ചവടം ഒത്തിട്ടുണ്ട്. സേവ്യർ പോകുന്ന കാര്യം അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന അമ്മച്ചിയോടായി പറഞ്ഞു. നീ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ സേവ്യ. അമ്മച്ചിക്ക് പരിഭവം. ഞാൻ പോയിട്ട് വേഗം മടങ്ങി വരും അമ്മച്ചി. ലണ്ടനിൽ നിന്ന് വന്ന ആ ഗർഭിണിയായ സ്ത്രീയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അവരുടെ വീട് വാങ്ങാൻ ഒരു കൂട്ടർ തയ്യാറായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കച്ചവടം നടന്നാൽ അവർക്ക് പോകാമായിരുന്നു. എനിക്കും ആ തലവേദന ഒഴിഞ്ഞു കിട്ടിയാനെ. സേവ്യർ കാര്യങ്ങളെല്ലാം അമ്മച്ചിയോട് വിശദീകരിച്ചു. അവൻ പറഞ്ഞത് കേട്ട് അമ്മച്ചി കുറച്ചു നേരം മൗനം പാലിച്ചു. അതേസമയം പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്ന അവർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി വേഗത്തിൽ അരിയാൻ തുടങ്ങി. അപ്പോൾ അവളെ വിട്ടു പോകാൻ നിനക്ക് മനസ്സില്ലല്ലേ? പരുക്കൻ സ്വരത്തിലുള്ള അമ്മച്ചിയുടെ ആ വാക്കുകൾ കേട്ട് സേവ്യർ ഒരു നിമിഷം പേടിച്ചു. അമ്മച്ചി, നിന്നോട് അങ്ങോട്ട് ഇനി പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ശബ്ദം കൂടുതൽ ഉയർന്നു. മുന്നിൽ നിൽക്കുന്നത് തൻ്റെ അമ്മച്ചി അല്ലെന്ന് അവന് തോന്നി. സേവ്യർ അവിടെ നിന്ന് വിറച്ചു. പെട്ടെന്ന് അവൻ്റെ പിന്നിൽ നിന്നൊരു പാത്രം നിലത്തു വീണതും ഞെട്ടലോടെ അവൻ പിന്നോട്ട് തിരിഞ്ഞു. തിരിഞ്ഞതിലും വേഗത്തിൽ മുന്നോട്ടേക്ക് നോക്കിയപ്പോൾ അവിടെ അമ്മച്ചി ഉണ്ടായിരുന്നില്ല. എന്താ സേവ്യ, നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഹാളിൽ നിന്ന് അടുക്കളയിലേക്ക് കയറി വന്നുകൊണ്ട് അമ്മച്ചി ചോദിച്ച ആ ചോദ്യം കേട്ട് ഒരു നിമിഷം സേവ്യർ ആശ്ചര്യപ്പെട്ടു. അമ്മച്ചി ഇത്രയും നേരം എവിടെയായിരുന്നു? അവൻ്റെ ശബ്ദം ചെറുതായി ഒന്ന് ഇടറിയിരുന്നു. ഞാൻ മുറിയിലായിരുന്നു. നല്ല കാലുവേദന. തൈലം പുരട്ടി കിടക്കായിരുന്നു. അല്ല, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാനെന്നാൽ. സേവ്യർ അവിടെ നിന്ന് ധൃതിയിൽ ഇറങ്ങിപ്പോയി. അവൻ എല്ലാം കൂടി ഓർത്ത് വട്ടുപിടിക്കുന്നുണ്ടായിരുന്നു. പച്ചവീടിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. ഇനി അത് വിട്ടാലോ എന്ന് പോലും അവൻ ചിന്തിച്ചു. ആ സമയം പെട്ടെന്ന് ലാൻഡ് ഫോൺ ശബ്ദിച്ചു. സേവ്യർ കോൾ എടുത്തു. ഹലോ സേവ്യർ സാർ, ഞാൻ മീനമ്മു ആണ്. എവിടെ പോയി കിടക്കുകയായിരുന്നു മീനമ്മു? ഞാൻ എത്ര തവണ വിളിച്ചോന്നറിയോ? സേവ്യറിൻ്റെ സ്വയം ഉയർന്നു. അത് പിന്നെ സാർ, പമേല മാഡം ഒന്ന് ബോധം കെട്ടു വീണോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇപ്പോൾ തിരിച്ചു വന്നേ ഉള്ളൂ. ബോധം കെട്ടു വീണെന്നോ? എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്? സേവ്യറിന് ആശങ്കയായി. പേടിക്കാനില്ല, ടെൻഷൻ മൂലമാണെന്നാണ് പറഞ്ഞത്. സാർ എത്രയും പെട്ടെന്ന് ഈ വീട് വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ആ കൊച്ചിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. മീനമ്മു ആദ്യമായിട്ടാണ് പമേലയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. മീനമ്മു, വീട് വാങ്ങാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അവരെ ഒന്ന് കണ്ട ശേഷം ഞാൻ നാളെ തന്നെ അവിടേക്ക് പുറപ്പെടുന്നുണ്ട്. അത്രയും പറഞ്ഞ് സേവ്യർ ഫോൺ നിർത്തി. കുറച്ചു മുമ്പ് എടുത്ത തീരുമാനം എത്ര പെട്ടെന്നാണ് താൻ മാറ്റിയതെന്ന് അവൻ ഓർത്തു. ഇനി ഒരു മനംമാറ്റമില്ല. എന്തെങ്കിലും അഹിതമായത് സംഭവിക്കും മുമ്പ് ഇപ്പോൾ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടാൻ അവൻ തീരുമാനിച്ചു. പമേലയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വിവരം കവലയിൽ ആളുകൾ പറയുന്നത് കേട്ടാണ് നീലൻ അറിഞ്ഞത്. കേട്ടതും അവൻ്റെ മനസമാധാനം പോയി. എത്രയൊക്കെ വെറുക്കാൻ ശ്രമിച്ചാലും അവൻ്റെ ഉള്ളിൽ ആ പ്രണയം ഇപ്പോഴും ബാക്കിയാണ്. ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും പമേലയെ ഡിസ്ചാർജ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചത്? സുഖമായിട്ടാണോ അവൾ ഇരിക്കുന്നത്? അവൾ ഗർഭിണിയുമാണ്. ഇനി കുഞ്ഞിനെന്തെങ്കിലും? ഓരോന്നാലോചിച്ച് നീലന് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ പമേലയെ പച്ചവീട്ടിൽ പോയി നേരിട്ട് കാണാൻ തന്നെ അവൻ തീരുമാനിച്ചു. പച്ചവീടിന് മുമ്പിൽ പാത്തും പതുങ്ങിയും അവൻ നിന്നു. ഒരു നിമിഷം പഴയ നീലനായ പോലെ അവന് തോന്നി.
തൻ്റെ പാമിയെ കാണാൻ പോൾസൺ സാഹിബിനെ കണ്ണു വെട്ടിച്ച് പച്ചവീട്ടിലേക്ക് വരുന്ന നീലൻ. ആരും കാണാതെ വീടിനകത്തേക്ക് അവൻ കയറി. അടുക്കളയിൽ നിന്ന് തട്ടലും മുട്ടലും കേൾക്കാം. മീനമ്മു അവിടെ ഉണ്ടാകുമെന്ന് അവൻ ഉറപ്പിച്ചു. ഗോവണി കയറി മുകളിലെ പമേലയുടെ മുറിയിൽ പോകാൻ ഒരുങ്ങിയ അവൻ താഴത്തെ മുറിയിൽ കിടക്കുന്ന പമേലയെ കണ്ടു. അതോടെ ഇപ്പോൾ ഈ മുറിയിലാണ് അവൾ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയ നീലൻ അവിടേക്ക് നടന്നു. കട്ടിലിൽ കിടന്ന് നല്ല മയക്കത്തിലായിരുന്നു പമേല. നീലൻ അവൾക്കരികിൽ പോയിരുന്നു. കുറച്ചുനേരം അവളെ നോക്കി അവൻ അങ്ങനെ ഇരുന്നു. ഇല്ല, പറ്റുന്നില്ല. നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റുന്നില്ല പാമി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മുടിയിഴകളിൽ സ്നേഹത്തോടെ അവൻ തലോടി. ഇന്നും അവൾക്കായി തൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. പ്രണയം അങ്ങനെയാണ്, അതിനെ മറണമെന്നൊന്നില്ല. അവളുടെ നെറ്റിയിൽ ചുംബിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അവൻ അവളെ ഓർത്തത്. അരുവി, നദിക്കരയിൽ ചത്തു മലർന്നു കിടന്ന അരുവി. അവളെ ഓർത്തതും ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ ധൃതിയിൽ നീലൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി. എന്നാൽ അപ്പോഴേക്കും ആരോ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നീല. ആ വിളിയിൽ ഇപ്പോഴും പ്രണയമുണ്ടായിരുന്നോ? പിന്തിരിഞ്ഞു നോക്കാൻ മടിച്ചവൻ അവിടെ തന്നെ നിന്നു. പക്ഷെ അവൾ കൈ വിടുന്നതേയില്ല. വിട് പാമി, എനിക്ക് പോകണം. നിനക്കെന്നെ ഇപ്പോഴും ഇഷ്ടമാണോ? അന്നത്തെ സ്നേഹം ഇപ്പോഴും എന്നോടുണ്ടോ നീല? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നീലൻ അവിടെ നിന്നു. അരുവിയെ ഓർത്തു. അന്ന് പറഞ്ഞത് തന്നെ എനിക്ക് ഇന്നും പറയാനുള്ളൂ പാമി. എനിക്ക് നിന്നോട് ഇഷ്ടമില്ല, ഒരു തരി പോലും ഇഷ്ടമില്ല. ഇപ്പോഴും അവളെ തിരിഞ്ഞു നോക്കാൻ അവൻ തയ്യാറായില്ല. കള്ളം, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നീലൻ്റെ വാക്കുകൾ കേട്ട് പമേല അവൻ്റെ കയ്യിലുള്ള പിടിവിട്ടു. അതോടെ അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവന് പിന്നാലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പമേല പുറത്തേക്ക് ഇറങ്ങി ഓടി. നീല! അവൾ അവനെ ഉറക്കെ വിളിച്ചു. അത് കേൾക്കാത്ത പോലെ നീലൻ ഗേറ്റ് കടന്നു പോയി. പമേല സങ്കടം സഹിക്കവയ്യാതെ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് തളർന്നിരുന്നു. ആ സമയം പിന്നെയും അവളുടെ മൂക്കിൽ നിന്ന് ചോര വന്നു. അത് വകവയ്ക്കാതെ അവൾ തളർന്ന് നിലത്തിരുന്നു. അപ്പോഴും അവളുടെ ചുണ്ടുകൾ അവൻ്റെ പേര് കാരണമില്ലാതെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. നീല! പറയാതെ വയ്യ. പ്രണയം ഒരു തവണ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതിപ്പോൾ എന്ത് കാരണം കൊണ്ട് തന്നെ ആയാലും ശരി, പിന്നീട് അതിലേക്കൊരു തിരിച്ചുപോക്ക് അസംഭവ്യമാണ്. ഫാദർ ഗോലിയാത്ത് ബ്രൗൺസ്. ഒന്നാം ലോക മഹായുദ്ധകാലത്താണ് ദുർമന്ത്രവാദം ചെയ്തുവെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കുന്നത്. യുദ്ധത്തിൽ തങ്ങളുടെ പക്ഷം വിജയിക്കാനായി ബ്രിട്ടീഷ് സൈന്യത്തിലെ ചില മേധാവികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ദുർമന്ത്രവാദം ചെയ്തത്. അതിന് തക്ക പ്രതിഫലവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ചില കർമ്മങ്ങളുടെ ഭാഗമായി ബലി കൊടുക്കാൻ അദ്ദേഹം അനാഥാലയത്തിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോയിരുന്നു. ഇതെങ്ങനെയോ നാട്ടുകാർ അറിയുകയും അത് വലിയ പ്രക്ഷോഭത്തിന് വഴിവെക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ടൈംസിൽ മുൻ പേജിൽ വന്ന വാർത്തയ്ക്ക് വലിയ സ്വീകാര്യതയാണെന്ന് ലഭിച്ചത്. ശത്രുരാജ്യമായ ജർമ്മൻ പത്രങ്ങളിൽ പോലും ആ വാർത്ത ഇടം പിടിച്ചിരുന്നു. അതോടെ സഭയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. മാത്രമല്ല, നാട്ടുകാർ എല്ലാവരും കൂടി അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ആർമിയിലെ ഓഫീസർമാർ തങ്ങൾക്കിതിൽ പങ്കില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതോടെ ഗോലിയാത്തിൻ്റെ കാര്യം കഷ്ടത്തിലായി. ഒടുവിൽ മറ്റൊരു വഴിയുമില്ലാതെ ഇങ്ങനെ നാണം കെട്ട് അവഗണനകൾ സഹിച്ച് ജീവിക്കുന്നതിലും ഭേദം ആത്മഹത്യയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. ഫാദർ ഗോലിയാത്തിൻ്റെ ജീവിതകഥ മുഴുവൻ വായിച്ചിട്ടും ഡെല്ലയ്ക്ക് സംശയങ്ങളേറെയായിരുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം അവൾക്ക് മനസ്സിലായി. ഫാദർ ഗോലിയാത്തിൻ്റെ അതേ പാത തന്നെയാണ് ഇപ്പോഴത്തെ പള്ളിയിലെ ഫാദറും പിന്തുടരുന്നത്. അതിനായി ബലിയാടാക്കുന്നത് അനാഥാലയത്തിലെ കുട്ടികളെയും. മദറും ഫാദറിനൊപ്പമുണ്ട്. അവരാണ് അദ്ദേഹത്തിന് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന കർമ്മത്തിൽ ഫാദർ ലിച്ചിയെ ബലി കൊടുക്കാൻ പോവുകയാണ്. ഏത് വിധേനയും അവളെ രക്ഷിക്കണമെന്ന് ഡെല്ല മനസ്സിലുറപ്പിച്ചു. അതിനായി ഫാദറിനെ പിന്തുടരാൻ അവൾ തീരുമാനിച്ചു. അരുവി, പേര് പോലെ മനോഹരിയായിരുന്നു അവൾ. അത് രൂപം കൊണ്ടായാലും സ്വഭാവം കൊണ്ടായാലും. കുറുമ്പിയാണെങ്കിലും ആരോടും എതിർത്ത് സംസാരിക്കുമെങ്കിലും അവളുടെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ നീലന് തെറ്റുപറ്റിയത് അവളുടെ കാര്യത്തിൽ മാത്രമായിരിക്കാം. ചിരുതയാണ് നീലൻ്റെയും അരുവിയുടെയും വിവാഹം ഉറപ്പിച്ചത്. നീലൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചതല്ല അത്. അരുവി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. പാടവരമ്പിൽ വെച്ച് അരുവിയോട് അത് പറയുമ്പോൾ നീലൻ്റെ മനസ്സിൽ അവൻ്റെ പാമ്പി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നീലൻ എന്നെ സ്നേഹിച്ചിരുന്നില്ലേ? ഞെട്ടലോടെയാണ് അരുവി അത് ചോദിച്ചത്. സ്നേഹമോ? ഒരിക്കലുമില്ല. എന്താ അരുവിക്ക് അങ്ങനെ തോന്നിയിരുന്നോ? ഏയ് ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ.
അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, സത്യം പറയാലോ അരുവി, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. നീലൻ കാര്യങ്ങളെല്ലാം അരുവിയോട് വെട്ടി തുറന്ന് പറഞ്ഞു. ആരെ? അരുവിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവളുടെ സ്വരം ഇടറി. ആരോടും പറയരുത്. പമേലയാണ് എനിക്കിഷ്ടം. പമേലയോ? അതെ, ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ട് ഇഷ്ടത്തിലാണ്. വർഷങ്ങളായിട്ടോ? അരുവിക്കെല്ലാം പുതിയ വാർത്തകളായിരുന്നു. ആ സമയം നീലന് പമേലയെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതിനേക്കാളും അവൾക്ക് സങ്കടം തോന്നിയത് ആത്മാർത്ഥ സുഹൃത്തായിട്ടും ഇത്രയും കാലം ഇങ്ങനെയൊരു സ്നേഹബന്ധത്തെക്കുറിച്ച് പമേല തന്നിൽ നിന്ന് മറച്ചു വെച്ചതോർത്താണ്. അന്ന് അരുവി ഒത്തിരി കരഞ്ഞു. ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയം, ഇഷ്ടമാണെന്ന് കരുതിയവൻ തന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്ന് അറിഞ്ഞ നിമിഷം എല്ലാം അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ വിവാഹം തനിക്ക് വേണ്ടെന്ന് അമ്മയോട് പറയാൻ നിൽക്കുന്ന സമയത്താണ് നീലൻ അവളെ വീണ്ടും കാണാൻ വരുന്നത്. അരുവി, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. എനിക്കായി നീ കാത്തിരിക്കുമോ? ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടല്ല നീലൻ ആ ചോദ്യം ചോദിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടും അരുവി അതിന് സമ്മതം മൂളി. അവൾക്ക് അവളോട് തന്നെ അപ്പോൾ പുച്ഛം തോന്നി. പക്ഷേ സ്നേഹം ചിലപ്പോൾ മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കളയും. അരുവിക്കും സംഭവിച്ചത് അതാണ്. പാമി. നീലൻ പാമിയെ സ്നേഹത്തോടെ വിളിക്കുന്ന ആ വിളിയോളം സൗന്ദര്യം മറ്റൊന്നിനും ഉണ്ടായിരുന്നില്ല. അവൻ പമേലയെ സ്നേഹിച്ച പോലെ മറ്റൊരാളെയും സ്നേഹിക്കില്ലെന്ന് അരുവിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ പമേലയിലേക്ക് ഒരു തിരിച്ചുപോക്കില്ലെന്ന് നീലൻ പറയുമ്പോൾ എവിടെയൊക്കെയോ ഒരു പ്രതീക്ഷ അരുവിക്ക് തോന്നി. അവളുടെ പ്രണയം അവൻ മനസ്സിലാക്കുമെന്ന തോന്നൽ. പ്രണയത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന മനുഷ്യർ, അവർക്ക് ചിലപ്പോൾ നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും. നീലനെ സ്വന്തമാക്കുന്നതിനേക്കാൾ അവൻ തൻ്റെ സ്നേഹം മനസ്സിലാക്കണമെന്ന് അരുവി ആഗ്രഹിച്ചിരുന്നു. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് നടക്കും. അരുവിയുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു. അതിലുപരി സ്വാർത്ഥതയുടെ ഒരംശം പോലും അതിൽ കലർന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ നീലനാകുമായിരുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നീലന് പോലീസുകാരുടെ കയ്യിൽ നിന്ന് തലയ്ക്കടികിട്ടി അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടി വന്ന അരുവിയുടെ ഒരോട്ടമുണ്ട്. കണ്ണുകൾ കലങ്ങി കരഞ്ഞു തളർന്ന് കട്ടിലിൽ അവൻ അരികിലിരുന്ന അരുവി. അവന് ബോധം വരും വരെ അവളാണ് അവൻ്റെ കാര്യമെല്ലാം നോക്കിയത്. ചിരുതയും സമരത്തിൽ പങ്കെടുത്ത ആ സമയം ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ട് അവർ ഇരുവരെയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും വരെ അരുവി അവർക്കൊപ്പം നിന്നു. ചിരുതയ്ക്ക് അപ്പോൾ അരുവിയോടുള്ള ഇഷ്ടം കൂടി. നീലനാണെങ്കിൽ അവളുടെ ഉള്ളിൽ അവനോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ ആ ദിനങ്ങൾ തന്നെ ധാരാളമായിരുന്നു. അരുവി, നിനക്കെന്നെ അത്രയും ഇഷ്ടമാണോ? നീലൻ പകുതി കാര്യമായിട്ടും പകുതി തമാശയായിട്ടും ചോദിച്ചു. ഇഷ്ടമാണോ എന്നോ? ജീവനാണ്. എനിക്ക് കള്ളം പറയാൻ കഴിയില്ല നീല. പണ്ട് മുതലേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടം, ഒത്തിരി ഇഷ്ടം. അവൾ പറഞ്ഞത് കേട്ട് നീലന് സങ്കടം വന്നു. മാപ്പ്, നിന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയതിന് മാപ്പ്. അവൻ അരുവിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അരുവി, എനിക്ക് പമേലയെ മറക്കാൻ, നിന്നെ സ്നേഹിക്കാൻ ഇനിയും സമയം, എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. ഞാൻ കാത്തിരിക്കാം. അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ അവൾ പറഞ്ഞു, എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ, ഞാൻ കാത്തിരിക്കാം. 16 വർഷം. നിന്നോട് അത് പറഞ്ഞിട്ട് 16 വർഷം കഴിഞ്ഞു അരുവി. എന്നിട്ടും അവളെ മറക്കാൻ, നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അരുവി. ഓരോന്നോർത്ത് നീലൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി. പമേലയെന്ന് കേട്ടാൽ അലീന ഹൃദയം അവന് തന്നെ ഒരു ഭാരമായി തോന്നി. എന്നിട്ടും ആ ഹൃദയത്തെ ഉപേക്ഷിക്കാൻ അവൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പ്രണയം ചിലപ്പോൾ അങ്ങനെയാണ്. അത് മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറമുള്ളതാണ്. എത്രയൊക്കെ ശ്രമിച്ചാലും കൂടുതൽ ശക്തിയിൽ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്ന പ്രണയം. നിസ്സഹായനായി അതിനെ നോക്കി നിൽക്കാനേ സാധാരണ മനുഷ്യർക്ക് കഴിയൂ. അല്ലെങ്കിലും അസാധാരണമായ ഒന്നല്ലേ പ്രണയം? മദർ, ഞാൻ ഇന്ന് രാത്രി ലണ്ടനിലേക്ക് പോവുകയാണ്. അവിടെ ഒരു സുഹൃത്തിൻ്റെ മനസ്സമ്മതമുണ്ട്. മദറിൻ്റെ മുറിയിൽ പോയിക്കൊണ്ട് ഡെല്ല പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് മദർ സംശയത്തോടെ അവളെ നോക്കി. എൻ്റെയും പമേലയുടെയും ഒപ്പം കോളേജിൽ പഠിച്ച സുഹൃത്താണ്. പമേല ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനും പോയില്ലെങ്കിൽ അവൾക്ക് സങ്കടമാകും. ഡെല്ല മദർ ചോദിക്കും മുമ്പ് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു. എന്നാൽ ശരി, സിസ്റ്റർ പോയിട്ട് വരൂ. ഒരു കണക്കിന് ഡെല്ല ഇന്ന് പോകുന്നതിൽ മദറിന് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവർ അത് പുറത്തു കാണിച്ചില്ല. വൈകാതെ അനാഥാലയത്തിൽ നിന്ന് വിവാഹത്തിന് പങ്കെടുക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി ഡെല്ല പള്ളിക്ക് പിന്നിലായി ഒളിച്ചു നിന്നു. അവിടെയാണ് ഫാദറും താമസിക്കുന്നത്. രാത്രി ഇരുട്ടിയിട്ടും അസ്വാഭാവികമായി ഒന്നും അവിടെ ഉണ്ടായില്ല. ഇനി തൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയോ എന്ന് പോലും ഡെല്ല സംശയിച്ചു.
ഒടുവിൽ അവളുടെ പ്രതീക്ഷയെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വാൻ പള്ളിക്ക് മുമ്പിൽ വന്നു നിന്നു. അതിൽ നിന്ന് കറുത്ത മുഖംമൂടിയിട്ട 2 പേർ ഇറങ്ങി വന്നു. അവരെ കണ്ടതും ഫാദർ വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നു. അകത്ത് കയറിപ്പോയ അവർ തിരിച്ചു വന്നപ്പോൾ അതിലൊരാളുടെ തോളിൽ ബോധരഹിതയായി കൈയും കാലും കെട്ടിയ നിലയിൽ ലിച്ചി കിടപ്പുണ്ടായിരുന്നു. അവർ അവളെ വാനിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോയി. അവർ പോയതിന് പിന്നാലെ തൻ്റെ കാർ എടുത്ത് അവരെ പിന്തുടർന്ന് പോകാൻ ഫാദർ ഒരുങ്ങി. ഡെല്ല രണ്ടും കൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ കയറിയിരുന്നു. നഗരത്തിൽ നിന്ന് മാറി കാടിനോട് ചേർന്ന ആളൊഴിഞ്ഞ ഒരിടത്തേക്കാണ് വാൻ പോയത്. അതിന് പിന്നാലെ കാറിൽ ഫാദറും. കാടിന് മുമ്പിൽ കാർ നിർത്തി ഫാദർ ഇറങ്ങി. വാനിൽ വന്ന ആളുകൾ അതിനു മുമ്പേ ലിച്ചിയും കൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു. കാട്ടിലൂടെ ഫാദർ നടന്നു. അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് പതുക്കെ ഡെല്ലയും. കാടിൻ്റെ ഉള്ളിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്കാണ് ഫാദർ നേരെ പോയത്. അവിടെ അദ്ദേഹത്തെ കൂടാതെ വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. മുഖംമൂടി ധരിച്ചതുകൊണ്ട് അത് ആരൊക്കെയാണെന്ന് ഡെല്ലയ്ക്ക് മനസ്സിലായില്ല. ആ കെട്ടിടത്തിന് മുമ്പിൽ ആളുകൾ നിൽക്കുന്നതിനാൽ അതിനകത്തേക്ക് കയറാൻ ഡെല്ലയ്ക്ക് കഴിഞ്ഞില്ല. പിന്നിലേക്ക് പോയി അവിടുത്തെ വാതിൽ തുറക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷെ അത് പുറത്തുനിന്ന് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഡെല്ല ജനാലയിലൂടെ അകത്തേക്ക് എത്തി നോക്കി. കറുത്ത ലോഹയിട്ട് എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്ന ഫാദറിനെ അവൾ കണ്ടു. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു കട്ടിലിൽ കിടക്കുകയാണ് ലിച്ചി. അവർക്ക് ചുറ്റും മുഖംമൂടിയിട്ട ആളുകൾ ഒരു പ്രത്യേക ആകൃതിയിൽ നിൽപ്പുണ്ട്. അവരുടെ കയ്യിലെല്ലാം കൊന്ത പോലെ ഒരു മാലയുണ്ട്. കൊന്ത ജപിച്ചുകൊണ്ട് ഫാദറിനൊപ്പം അവരും മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ലിച്ചിക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ കഴിഞ്ഞാൽ ലിച്ചിയെ ഫാദർ ബലി കൊടുക്കുമെന്ന് ഡെല്ലയ്ക്ക് ഉറപ്പായിരുന്നു. അത് കണ്ടു നിൽക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. ഏതു വിധേനയും അവളെ രക്ഷിക്കാനായി ഡെല്ല ആ കെട്ടിടത്തിൻ്റെ പിൻവശത്തേക്ക് നടന്നു. പൂട്ടിയിരിക്കുന്ന താഴൊരു കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിച്ചവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. സ്വന്തം ജീവനെക്കുറിച്ച് പോലും വകവയ്ക്കാതെ ലിച്ചിയെ രക്ഷിക്കാനായി ഡെല്ല ധൃതിയിൽ ഹാളിലേക്ക് ഓടി. കബനി നദീതീരത്തുള്ള കുടിയേറ്റ ഭൂമിയിൽ പാർക്കുന്നവർ. വെള്ളക്കാർ ഇന്ത്യയിലേക്ക് വരും മുമ്പേ അവർ അവിടെ ഉണ്ടായിരുന്നു. പണ്ടൊരിക്കൽ മേപ്പാടിയിലെ കുന്നിമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെ നിന്ന് പച്ചവനത്തിലേക്ക് കുടിയേറി വന്നവർ. മുളങ്കാടായിരുന്ന ഭൂമിയെ ആൾതാമസമുള്ള ഇടമാക്കി അവർ മാറ്റി. തലമുറ തലമുറയായി അവിടെ ജീവിച്ചു പോന്നു. കാട് അവർക്ക് നൽകിയ ഇടമാണത്. പക്ഷേ ആ കാട് എപ്പോഴാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സ്വന്തമായതെന്ന് അറിവില്ല. പോൾസൺ സാഹിബിൻ്റെ വാക്ക് മാത്രം വിശ്വസിച്ച് അവിടെ താമസിക്കുന്നവർ ആ ഭൂമി ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായി. അയാൾ അവർക്ക് വാഗ്ദാനം ചെയ്തത് സ്വന്തമായി ഒരു വീടും സ്ഥലവും പുതിയതായി ആരംഭിക്കാൻ പോകുന്ന തേയില ഫാക്ടറിയിൽ ജോലിയുമായിരുന്നു. അതിനുവേണ്ടി ഒരൊറ്റ വർഷം കാത്തിരിക്കാൻ അവർ തയ്യാറായിരുന്നു. പച്ചയമ്മ, നിന്നെ ഉപേക്ഷിച്ച് പോകുന്നതല്ല. ഒരൊറ്റ വർഷം. ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ നിന്ന് പോകാതെ തരമില്ല. മടങ്ങി വരും. അടുത്ത കൊല്ലം നീ നിന്റെ അമ്മയെ കാണാൻ പോകും മുമ്പ് ഞങ്ങൾ മടങ്ങി എത്തിയിരിക്കും. പോകും മുമ്പ് കാവിൽ പോയി പച്ചയമ്മയെ വണങ്ങാൻ ആരും മറന്നില്ല. ഈ കാടിനെ നീ കാക്കണേ, ഞങ്ങളെയും. പച്ചയമ്മയോട് യാത്ര പറഞ്ഞ് അവർ ഗ്രാമം വിടാൻ തയ്യാറായി. ഇത്രയും കാലത്തെ സമ്പാദ്യവും കൊണ്ട് ജനിച്ചു വളർന്ന ഭൂമി വിട്ട് അവർ കാട് കടക്കാനൊരുങ്ങി. പോൾസൺ സാഹിബിനോട് യാത്ര പറഞ്ഞ ദൂരങ്ങളിലുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്ക് കേവലം 1 വർഷത്തേക്ക് താമസിക്കാനായി പുറപ്പെടുമ്പോൾ അതിന് പിന്നിലെ ചതി മനസ്സിലാക്കാൻ അവർക്കായില്ല. അത്രയും വിശ്വാസമായിരുന്നു അവർക്ക് അയാളെ. കണ്ടില്ലേ, പലപ്പോഴും അക്രമം മാത്രമല്ല, ആളുകളെ തുരത്താനുള്ള വഴി. ഗർവോടെ ആ സമയം തൻ്റെ വീട്ടിലേക്ക് വന്ന പോലീസുകാരോട് പോൾസൺ സാഹിബ് പറഞ്ഞു. പക്ഷെ 1 വർഷം കഴിഞ്ഞാൽ അവർ മടങ്ങി വരില്ലേ? അപ്പോൾ എന്തു ചെയ്യും? പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ സാഹിബിനെ അവർ വെറുതെ വിടുമോ? പോലീസുകാരുടെ ചോദ്യത്തിൽ ജനങ്ങൾ സാഹിബിന് നേരെ തിരിയുമോ എന്ന ഭയമുണ്ടായിരുന്നു. 1 വർഷമില്ലേ? അതിനിടയിൽ എന്തൊക്കെ സംഭവിക്കാൻ കിടക്കുന്നു? സാഹിബ് ഒരു സിഗാർ കത്തിച്ച് വലിച്ചുകൊണ്ട് തുടർന്ന് പറഞ്ഞു. ഈ മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? പുതിയ കാര്യങ്ങളുമായി ഇണങ്ങാൻ അവർക്ക് പെട്ടെന്ന് സാധിക്കില്ല. പക്ഷെ ഇണങ്ങിയാൽ പിന്നെ പിരിയാൻ പ്രയാസമാണ്. ഇപ്പോൾ ഇവിടം വിട്ട് പോയവരിൽ പകുതിയും നോക്കിക്കോ, 1 കൊല്ലം കൊണ്ട് പുതിയ സ്ഥലവും ജോലിയുമായി ഇണങ്ങും. പിന്നെയും വരുന്നവരോട് ഫാക്ടറി തുടങ്ങിയതേയുള്ളൂ, ഇനിയും 1 വർഷം കൂടി സമയം വേണമെന്ന് പറയും. അങ്ങനെ എത്രയെത്ര വർഷങ്ങൾ. സാഹിബ് ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ പോലീസുകാരും കൂടെ കൂടി. ഇതെല്ലാം മുകളിൽ നിന്ന് പമേല കേൾക്കുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിന് പ്രിയപ്പെട്ടവനായ തൻ്റെ പപ്പയുടെ മറ്റൊരു മുഖം അവൾക്ക് മുമ്പിൽ വെളിവാകുകയായിരുന്നു അന്ന്. അവൾക്കത് ആദ്യമായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് അയാളുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നത് അവൾ കണ്ടിരിക്കുന്നു. പമേല അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു. പപ്പയെക്കുറിച്ചുള്ള സത്യം ഞാൻ ആരോടും പറയില്ല. പക്ഷേ ഒരിക്കൽ എൻ്റെയും നീലൻ്റെയും വിവാഹക്കാര്യം വരുമ്പോൾ
പപ്പയ്ക്കെതിരെ ഇതെല്ലാം ഞാൻ പ്രയോഗിക്കും. എണ്ണി എണ്ണി ഞാൻ പറയുന്ന രഹസ്യങ്ങൾ കേട്ട് അതാരോടും ഒന്നും തുറന്നു പറയാതിരിക്കാൻ പപ്പയുടെ മുമ്പിൽ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കുകയല്ലാതെ മറ്റൊരു വഴി ഉണ്ടാകില്ല. കണ്ണാടിയിലെ തൻ്റെ മുഖം നോക്കി പമേല ചിരിച്ചു. പോൾസൺ സാഹിബിൻ്റെയും മെറ്റിൽഡയുടെയും മകൾ തന്നെയാണ് താനെന്ന് ഉറപ്പിക്കുകയായിരുന്നു അവൾ അപ്പോൾ. അതേ ചിന്തകൾ, തീരുമാനങ്ങൾ, സ്വന്തം കാര്യത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്വഭാവം. താഴെ സായിപ്പും പോലീസുകാരും തമ്മിലുള്ള സംഭാഷണങ്ങൾ തുടർന്നു. വൈകാതെ കമ്പനിയുടെ തീരത്ത് ഫാക്ടറി നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. ഒപ്പം തേയില പ്ലാന്റേഷൻ വിപുലമാക്കാനുള്ള ശ്രമങ്ങളും. അങ്ങ് ദൂരങ്ങളിൽ കാട് വിട്ടുപോയവർ ഒരു കൊല്ലം കടന്നു പോകുന്നതും കാത്ത് പ്രതീക്ഷയോടെ ഇരുന്നു. ഉച്ചയ്ക്കുള്ള ബസ്സിന് സേവ്യർ പച്ചവനത്തിലേക്ക് തിരിച്ചു. വൈകുന്നേരത്തോടെ അവൻ അവിടെ എത്തിച്ചേർന്നു. പ്രതീക്ഷിച്ചതുപോലെ അസ്വാഭാവികമായതൊന്നും യാത്രയിൽ സംഭവിക്കാഞ്ഞത് സേവ്യറിന് നൽകിയ ആശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. പമേല മാഡം? ബംഗ്ലാവിലെത്തിയത് മീനമ്മുവിനോടായി അവൻ ചോദിച്ചു. നല്ല ഉറക്കമാണ്, ശബ്ദം താഴ്ത്തിക്കൊണ്ട് മീനമ്മു പറഞ്ഞു. പമേല ഉണരുന്നതും കാത്ത് സേവ്യർ ഇരുന്നു. അതിനിടയിൽ മീനമ്മു സേവ്യറിന് ചായ കൊണ്ടുവന്ന് നൽകി. ശേഷം അവൻ്റെ അരികിലിരുന്നവർ പച്ചക്കറി അരിയാൻ തുടങ്ങി. മീനമ്മു, സത്യത്തിൽ ഈ ഗ്രാമവാസികൾക്കെല്ലാം പമേല മാഡത്തിനോട് ഇത്രയും ദേഷ്യം തോന്നാൻ എന്താണ് കാര്യം? നിങ്ങൾ പറയും പോലെ എന്തിനാണ് നിങ്ങളുടെ ദൈവം പച്ചയമ്മ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? കഴിഞ്ഞ 2 ദിവസമായി തനിക്ക് ചുറ്റും നടക്കുന്ന അസാധാരണമായ കാര്യങ്ങൾ ഓർത്തായിരുന്നു സേവ്യർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഇത്രയും കാലം അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ദൈവത്തിൽ സാറിന് വിശ്വാസം വന്നു തുടങ്ങിയല്ലേ? മീനമ്മു ചിരിയോടെ പറഞ്ഞത് കേട്ട് സേവ്യർ മൗനം പാലിച്ചു. സാറ് പേടിക്കേണ്ട, പച്ചയമ്മ സാറിനെ ഒന്നും ചെയ്യില്ല. സത്യമുള്ള ദൈവമാണ് ഞങ്ങളുടേത്. മനസ്സിൽ നന്മയുള്ളവരെ ഉപദ്രവിക്കില്ല. പച്ചയമ്മയുടെ കാര്യം വിട്. മീനമ്മു, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. എന്ത് തെറ്റാണ് ഇവർ ചെയ്തത്? ബ്രിട്ടീഷുകാരായതാണോ? അതോ നദിയിൽ മുക്കി ഏതോ ഒരു പെണ്ണിനെ കൊന്നുവെന്ന് പറയുന്നതാണോ? അല്ലെങ്കിൽ ഇവിടെ പ്ലാന്റേഷൻ തുടങ്ങിയതാണോ? സേവ്യറിന് ആകാംക്ഷ അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം അവർ ചെയ്തതാണ്. പക്ഷെ യഥാർത്ഥ പ്രശ്നം ഇതിലും വലുതായിരുന്നു. ബ്രിട്ടീഷുകാർ, അവൻ്റെ പോലീസ് പട, പോൾസൺ സാഹിബ്, അയാളുടെ ഭാര്യ, ഇവരെല്ലാം ചേർന്ന് സ്വന്തമാക്കാൻ ശ്രമിച്ചത് ഈ കാടും ഭൂമിയും ഇവിടുത്തെ ജീവനുകളും മാത്രമല്ല, ഞങ്ങളുടെ ദൈവത്തിനെയും കൂടിയായിരുന്നു. പച്ചയമ്മ, അവർക്ക് വേണ്ടത് അതായിരുന്നു. മീനമ്മു പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായും സേവ്യറിന് മനസ്സിലായില്ല. അവർ തുടർന്നു. സാർ അന്ന് ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് അവരെ ഇല്ലാതാക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് 6 കൊല്ലം വേണ്ടി വന്നുവെന്ന്? ദൈവത്തിനും കടന്നു വരാൻ കഴിയാത്ത ഇടങ്ങളുണ്ട് സാർ. ഇരുട്ടിൻ്റെ ശക്തികൾ വാഴുന്ന ഇടങ്ങൾ. മനുഷ്യന് ആപത്ത് വന്നാൽ രക്ഷിക്കാൻ ദൈവമുണ്ട്. എന്നാൽ ദൈവത്തിന് ആപത്ത് വന്നാൽ രക്ഷിക്കാൻ ആരുണ്ട്? ആരോട് സഹായം ചോദിക്കും? കൂടുതലൊന്നും മീനമ്മു പറഞ്ഞില്ല. അരിഞ്ഞ പച്ചക്കറികളുമായി അവർ അടുക്കളയിലേക്ക് പോയി. ഓരോന്നാലോചിച്ച് സേവ്യർ അവിടെ കിടന്ന് മയങ്ങി. ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കണ്ടു. ഇരുട്ടിൽ അകപ്പെട്ടു പോയ ഒരു പെണ്ണ്. അവളുടെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു, ഒപ്പം നിസ്സഹായതയും. തന്നെ വിളിച്ചു കരയുന്നവർക്കായി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയവൾ. ഇരുട്ടിൽ അവൾ വെളിച്ചം തേടി അലഞ്ഞു. സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനൊപ്പം ചുറ്റുമുള്ളവരെയും അവൾക്ക് സംരക്ഷിക്കണമായിരുന്നു. അമ്മയാണവൾ, കാടിൻ്റെ അമ്മ. എന്നിട്ടും അവൾ പരാജയപ്പെട്ടു. തോറ്റൊടുവിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഒടുവിൽ അവളെ രക്ഷിക്കാൻ ഒരുവൻ വന്നു. അവൻ ദൈവമായിരുന്നില്ല, ഇരുട്ടിൻ്റെ അധിപനായിരുന്നു. അവളെ വലയം ചെയ്ത ഇരുട്ടിനേക്കാൾ വലിയ ഇരുട്ട്. അവൻ അവൾക്ക് വെളിച്ചം കാണിച്ചു തന്നു. തന്നെ ഇരുട്ടിലടച്ചവർക്ക് നേരെ അവൾ കലിതുള്ളി സംഹാരരൂപിണിയായി മാറി. കാടിനെ അവൾ രക്ഷിച്ചു. പക്ഷെ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും അതിനുള്ള ശ്രമത്തിലാണ്. കൂടെ അവൾക്ക് കൂട്ടായി അവനും. പച്ച നിറമുള്ള അവളുടെ കരങ്ങളിൽ അവൻ തൻ്റെ കറുത്ത കരങ്ങളാൽ മുറുക്ക പിടിച്ചു. അവൾക്കൊപ്പം അവനുള്ളപ്പോൾ ഒരിക്കലും ഒരുത്തനും അവനെ കടന്ന് ഇനിയൊരു ഇരുട്ടറയിൽ അവളെ ബന്ധിക്കാൻ കഴിയില്ല. അവൻ ഇരുട്ടാണ്. ആ ഇരുട്ടിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരേയൊരു വെളിച്ചം അവളും. സേവ്യർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. ദൈവത്തിനും പ്രണയമോ? അതും ഒരു ദുഷ്ടശക്തിയോട്? അവനറിയാതെ പറഞ്ഞുപോയി. അതെന്താ സാർ, ദൈവത്തിനും പ്രണയിച്ചുകൂടെ? ഇതൊരു തരം മുതലാളിത്ത മനോഭാവമാണ്. മനുഷ്യരുടെ മാത്രം കുത്തക അവകാശമൊന്നും അല്ലല്ലോ പ്രണയം. പിന്നെ ദുഷ്ടൻ, അവൾക്ക് അവൻ ദുഷ്ടനല്ലല്ലോ സാർ. സ്വന്തം അമ്മയും സഹോദരങ്ങളും പോലും നിസ്സഹായരായപ്പോൾ അവൾക്ക് കൂട്ടായി വന്നവനല്ലേ? സേവ്യറിൻ്റെ സംസാരം കേട്ട് മുറ്റം തൂത്തുവാരുന്നുണ്ടായ മീനമ്മു പറഞ്ഞു. കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷെ ഇതൊക്കെ വെറും കെട്ടുകഥകളല്ലേ മീനമ്മു? എല്ലാം വെറും കെട്ടുകഥകളല്ല സാർ, വിശ്വാസങ്ങളാണ്. ഇനി ഞാനൊന്നും പറയുന്നില്ല. സാറിന് വിശ്വാസം വരണമെങ്കിൽ ദേ കാവിലേക്ക് പോയി നോക്ക്.
കൂടുതലൊന്നും പറയാതെ മീനമ്മു തൻ്റെ ജോലി തുടർന്നു. സേവ്യർ ആകട്ടെ കാവിലേക്കൊന്നും പോകാൻ മനസ്സില്ലാത്ത പോലെ എന്തോ ചിന്തയിലാണ്ട് ചുവരിൽ ചാരിയിരുന്നു. നീല, എത്ര ശ്രമിച്ചിട്ടും അവളുടെ ദയനീയമായ ആ വിളി നീലൻ്റെ കാതിൽ പിന്നെയും പിന്നെയും മുഴങ്ങുകയാണ്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പാമി. അറിയാതെ അവൻ അങ്ങനെ വിളിച്ചുപോയി. പുഴക്കരയിലെ തെങ്ങിൽ ചാരിയിരുന്ന് അവൻ കരഞ്ഞു. കണ്ണു നിറച്ച് ഉള്ളു പിടഞ്ഞ് അവൻ കരയുന്നത് കണ്ടാണ് ചിരുത അങ്ങോട്ട് വന്നത്. നീല. ചിരുത അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവനെ വിളിച്ചു. ഞാൻ അവളെ കണ്ടു അമ്മേ. പാമി. കഷ്ടമാണ് അവളുടെ അവസ്ഥ. അവളെ ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റുന്നില്ലമ്മ. നീലൻ്റെ സ്വരം ഇടറി. ചിരുത അവനെ ചേർത്ത് പിടിച്ചു. അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ പിന്നെയും കരഞ്ഞു. നിനക്ക് അവളെ അത്രയും ഇഷ്ടമാണെങ്കിൽ വിളിച്ചുകൊണ്ട് വാ നീല, ഞാൻ നോക്കിക്കൊള്ളാം. ചിരുത പറഞ്ഞത് കേട്ട് ഒരു നിമിഷം മുഖമുയർത്തി ഞെട്ടലോടെ അവൻ അമ്മയെ നോക്കി. 2 ദിവസം മുമ്പ് അവളെ കാണാൻ പോയതിന് വഴക്ക് പറഞ്ഞ ആ അമ്മയാണ് തനിക്ക് മുമ്പിൽ നിന്ന് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ അവനായില്ല. വെറും വാക്ക് പറയുന്നതല്ല, നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അവളാണ് നിന്റെ സന്തോഷമെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ചിരുത പറഞ്ഞത് കേട്ട് കണ്ണു തുടച്ചുകൊണ്ട് 2 നിമിഷം അവൻ എന്തോ ചിന്തയിലാണ്ടു. ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റു. വേണ്ട അമ്മ, ഈ ജന്മം അവളെ ഞാൻ സ്വീകരിക്കില്ല. അവൾ ചെയ്ത തെറ്റിന് എനിക്ക് അവൾക്ക് നൽകാൻ കഴിയുന്ന ഒരേ ഒരു ശിക്ഷ അതാണ്. ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകാനൊരുങ്ങി. സ്വയം ശിക്ഷിച്ചുകൊണ്ട് വേണോ നീല അവളെ ശിക്ഷിക്കാൻ? ചിരുത അവനോടായി ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവൻ തിരിഞ്ഞു നടന്നു. നേരെ കള്ളു കുടിക്കാനായി വേലുവിൻ്റെ വീട്ടിലേക്കായിരുന്നു നീലൻ പോയത്. ഇന്നിനി അവിടെ നിന്നൊരു മടക്കമുണ്ടാകില്ലെന്ന് അറിയാമായിരുന്നിട്ടും ചിരുത അവനെ തടയാൻ മുതിർന്നില്ല. അവൻ പോകുന്നതും നോക്കി വളരെയധികം വിഷമത്തിൽ അവൾ അവിടെ നിന്നു. ആ സമയം അവൻ്റെ അവസ്ഥ ഇങ്ങനെയാകാൻ താനും കാരണക്കാരിയാണെന്ന കുറ്റബോധം ചിരുതയെ അലട്ടുന്നുണ്ടായിരുന്നു. നീലൻ ഇരുട്ടിലൂടെ വേലുവിൻ്റെ വീട്ടിലേക്ക് നടന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ നിറയെ പാമിയായിരുന്നു. അവളോടുള്ള പ്രണയമായിരുന്നു. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ചില മുറിവുകളുണ്ട്. ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ പ്രണയത്തിൻ്റെ കഠാര കൊണ്ട് കോറിയിട്ട മുറിവുകൾ. അത്രയും ആഗ്രഹിച്ചിട്ടും അവളെ സ്വന്തമാക്കാൻ കഴിയാത്ത അവൻ്റെ നിസ്സഹായാവസ്ഥ. ഹൃദയം പ്രണയത്താൽ വീർപ്പുമുട്ടി. നെഞ്ചിന് വല്ലാത്ത ഭാരം തോന്നുന്നു. എങ്കിലും അവളിലേക്ക് മടക്കമില്ല. ഉറപ്പ്. അവളോടുള്ള പ്രണയമാണേ ഉറപ്പ്. ലൂക്കാസിനൊപ്പം കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്ന അവൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു ജോയൽ. അവനാണ് സ്വന്തമായ ഒരു കോഫി ഷോപ്പ് എന്ന ചിന്ത ആദ്യമായി ലൂക്കാസിൻ്റെ ഉള്ളിൽ നിറച്ചത്. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? അന്നൊരു സായാഹ്നം കോഫി ഷോപ്പിലെ ജോലിയെല്ലാം തീർത്ത് പതിവ് പോലെ ക്ലബിൽ മദ്യം കുടിക്കുന്നതിനിടയിൽ ജോയൽ ചോദിച്ചു. സ്വന്തമായി ഒരു ഷോപ്പ്, അതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ എല്ലാറ്റിനും പണം വേണ്ടേ? ലൂക്കാസിന് ആശങ്ക വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. പണം ഒരു പ്രശ്നമല്ല. ഈ ലണ്ടൻ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങുന്നു. കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്. ബാക്കി നമുക്ക് പലിശയ്ക്ക് വാങ്ങാമെന്നേ. പലിശയ്ക്കോ? അത് റിസ്ക് അല്ലേ? ലൂക്കാസിന് അതിനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ്റെ ഉള്ളിൽ വല്ലാത്ത പേടി. മുന്നിലിരിക്കുന്ന മദ്യം ഒഴിച്ച ഗ്ലാസ്സിലേക്ക് നിസ്സഹായമായി നോക്കി അവനിരുന്നു. അപ്പോഴേക്കും ജോയൽ 3-4 ഗ്ലാസ് മദ്യം അകത്താക്കിയിരുന്നു. റിസ്ക് ഇല്ലാതെ ഒന്നും നടക്കില്ല ലൂക്കാസ്. നീ പമേലയുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്ക്. എത്ര വലിയ വീട്ടിൽ വളർന്ന പെണ്ണാ. ഇപ്പോൾ നോക്കിയേ, അവൾക്ക് വേണ്ടിയെങ്കിലും നീ റിസ്ക് എടുക്കണം. ജോയൽ ആ പറഞ്ഞത് ലൂക്കാസിനെ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്ന പമേലയുടെ പപ്പ, മമ്മ ആർമി ഓഫീസറുടെ മകളും. അവരുണ്ടായിരുന്ന കാലം അത്രയും ഒരു രാജകുമാരിയെ പോലെയായിരുന്നു പമേല ജീവിച്ചിരുന്നതെന്ന് അനാഥാലയത്തിൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒന്നിനും അവൾ പരാതി പറഞ്ഞിട്ടില്ല. അതിപ്പോൾ അനാഥാലയത്തിലായാലും അവൻ്റെ ഒപ്പം ജീവിതം ആരംഭിച്ച ശേഷമായാലും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പമേലയ്ക്ക് അറിയാമായിരുന്നു. അത് പലപ്പോഴും ലൂക്കാസിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവളെ സന്തോഷവതിയാക്കാൻ തന്നാലാവുന്നത് ചെയ്യാൻ ലൂക്കാസ് ഒരുക്കമായിരുന്നു. അതവനെ ജോയൽ പറഞ്ഞതിനെക്കുറിച്ച് രണ്ടാമതൊന്നുകൂടി ആലോചിക്കാൻ പ്രേരിപ്പിച്ചു. എനിക്കൊന്ന് ആലോചിക്കണം ജോയൽ. നീ ആലോചിച്ചിട്ട് പറയ്. പക്ഷേ വേഗം വേണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഷോപ്പ് വല്ലവരും കൊണ്ടുപോകും. അതുപോലെ ഒന്നും വേറെ കിട്ടില്ല. ജോയൽ അവനെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. അതിന് മറുപടി പറയാതെ ഗ്ലാസ്സിലെ മദ്യം ഒറ്റ ഇറക്കിനകത്താക്കി ലൂക്കാസ് അവിടെ നിന്നിറങ്ങി. അപ്പോഴും ജോയൽ അവിടെ ഇരുന്ന് പിന്നെയും മദ്യം കുടിച്ചുകൊണ്ടേയിരുന്നു. വീട് പൂട്ടി മിരുതൻ വീണ്ടും നാട് ചുറ്റാനിറങ്ങി. അച്ഛൻ്റെയും അമ്മയുടെയും കുഴിമാടത്തിന് മുമ്പിൽ 2 നിമിഷം നിന്ന ശേഷം
അവൻ പുറപ്പെടാൻ തയ്യാറായി. തോളിൽ സഞ്ചിയും തൂക്കി അവൻ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. നേരം വൈകുന്നേരമായി. പാടവരമ്പിലൂടെ നടക്കുമ്പോൾ ദൂരെ ആമ്പൽക്കുളത്തിനപ്പുറം ചെമ്പരത്തിപ്പൂക്കൾ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ചെമ്പരത്തിക്കാവ് അവൻ കണ്ടു. അവൻ്റെ ഉള്ളിലെ കോമരം ഒരു നിമിഷം ഒന്നുണർന്നു. ദേവിയെ തന്നിലേക്ക് ആവാഹിക്കാൻ അത് തയ്യാറായി. പക്ഷേ മിരുതൻ്റെ വാശിക്ക് മുമ്പിൽ, പച്ചയമ്മയോടുള്ള അടങ്ങാത്ത ദേഷ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അതിനായില്ല. കോലം കെട്ടുന്നവൻ്റെ ഉള്ളിൽ കയറുന്ന അവൻ്റെ ഉള്ളമറിയുന്ന ദൈവം. പുച്ഛത്തോടെ അവൻ ചെമ്പരത്തിക്കാവിലേക്ക് നോക്കി. ശേഷം മുഖം തിരിച്ചൊറ്റ നടപ്പായിരുന്നു. പട്ടണത്തിലേക്കുള്ള ബസ്സും കാത്ത് മിരുതൻ കവലയിലുള്ള ബസ് സ്റ്റോപ്പിലിരുന്നു. എന്താ മിരുത, പോവാണോ? അപ്പോൾ ഈ തവണയും ഉത്സവത്തിന് നീ ഉണ്ടാകില്ലേ? ഈ പ്രാവശ്യമെങ്കിലും നീ കോലം കെട്ടിയാടണം മിരുത. കവലയിലൂടെ വരുന്നതിനിടയിൽ പലരും മിരുതനോട് പറഞ്ഞു. അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെയായിരുന്നു മിരുതൻ്റെ നടപ്പ്. തോൾ സഞ്ചിയുമായി അവൻ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. പ്രണയം അതിനേക്കാൾ വലുതല്ലല്ലേ ഒന്നും. മരിക്കും മുമ്പുള്ള അമ്മയുടെ അവസാനത്തെ വാക്കുപോലും. ആ സ്ത്രീ ശബ്ദം കേട്ട് മിരുതൻ തല ഉയർത്തി നോക്കി. കുറച്ച് പ്രായമായ ഒരു വൃദ്ധയായിരുന്നു അത്. കറുത്ത സാരിയാണ് വേഷം. വടിയും പിടിച്ച് കൂനിക്കൂടി നിൽപ്പാണ്. മിരുതൻ്റെ അരികിൽ വന്ന് അവർ ഇരുന്നു. വായിൽ നിറയെ മുറുക്കാനാണ്. അതൊന്ന് നീട്ടിത്തുപ്പി അവർ മിരുതനെ നോക്കി പുഴുക്കേട് വന്ന പല്ലുകൾ കാട്ടി ചിരിച്ചു. ആരാ, മനസ്സിലായില്ല? മിരുതൻ ആദ്യമായിരുന്നു ആ വൃദ്ധയെ കാണുന്നത്. ഞാൻ വർഷങ്ങളായി ഇവിടെയുണ്ട്. നാട് ചുറ്റുന്ന, കൊല്ലത്തിൽ 1-2 തവണ ഇവിടേക്ക് വരുന്ന എന്നെ മിരുതൻ എങ്ങനെ കാണാനാ? അവർ പിന്നെയും ചിരിച്ചു. അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ മിരുതൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. പക്ഷെ മിണ്ടാതെ ഇരിക്കാൻ അവർ ഒരുക്കമല്ലായിരുന്നു. വീണ്ടും പോവുകയാണല്ലേ? ഇത്തവണ എങ്ങോട്ടാ? എവിടേക്ക് പോയാലും ഇവിടം മറക്കാൻ നിനക്കാവില്ല മിരുത. അതല്ലേ ഏറ്റവും ഒടുവിൽ ഇവിടേക്ക് തന്നെ നീ തിരിച്ചെത്തുന്നത്. ഒന്ന് നിർത്തി അവർ തുടർന്നു. ഒരു തവണ കൂടി അവൾക്ക് അവസരം കൊടുത്തുകൂടെ? പച്ചയമ്മ, അവളെ വിശ്വസിക്ക്. നീ അവൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി കോലം കെട്ടണമിരുത. ഇത്തവണ നിന്റെ ഉള്ളം അവൾ മനസ്സിലാക്കും. നിനക്ക് വേണ്ടത് അവൾ തരും. എനിക്ക് വേണ്ടത് തരാൻ പച്ചയമ്മയ്ക്കെന്നല്ല ആർക്കും കഴിയില്ല. നഷ്ടം, അത് നഷ്ടം തന്നെയാണ്. മിരുതൻ അവിടെ നിന്ന് എഴുന്നേറ്റു. റോഡിൻ്റെ അങ്ങേയറ്റത്തേക്ക് ബസ് വരുന്നുണ്ട് എന്ന് കണ്ണു നീട്ടി നോക്കി. നഷ്ടം? നീ നിന്റെ നഷ്ടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അവളുടെ നഷ്ടങ്ങൾ നിനക്കറിയില്ല. അതെന്തെങ്കിലും ആകട്ടെ. നഷ്ടപ്പെട്ടത് അവൾ നിനക്ക് തിരിച്ചു തരും. അതിന് ഒരവസരം കൂടി അവൾക്ക് നീ നൽകണം. ആ വൃദ്ധയുടെ സ്വരത്തിൽ അപേക്ഷയുടെ ധ്വനി ഉണ്ടായിരുന്നു. നിന്നെപ്പോലെ തന്നെ വാശിക്കാരിയാണ് അവൾ. പക്ഷെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും അവൾ പോകും. ഇനി നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒരു തവണ കൂടി നീ കോലം കെട്ടണം മിരുത. നോക്കിക്കോ, നിനക്ക് നഷ്ടപ്പെട്ടത് നിന്നെ തേടി വരും. മിരുതൻ അവരുടെ വാക്കുകൾ കേട്ട് ചിരിയാണ് വന്നത്. അപ്പോഴേക്കും ബസ്സും വന്നിരുന്നു. അവരെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ മിരുതൻ ബസ്സിലേക്ക് കയറി. സീറ്റിൽ കയറിയിരുന്നു. ബസ് വിടും മുമ്പ് അവൻ സ്റ്റോപ്പിലേക്കൊന്ന് നോക്കി. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ തല പുറത്തേക്കിട്ട് ചുറ്റും കണ്ണോടിച്ചു. അവരെവിടെ പോയി? അപ്പോഴേക്കും ബസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. മിരുതൻ തല അകത്തേക്കിട്ട് സീറ്റിൽ ചാരിയിരുന്നു. എന്തെങ്കിലും ആകട്ടെ, എനിക്കെന്താ. ബസ് പച്ചവനം കടന്ന് യാത്രയായി. ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് ഉറപ്പിച്ച് പുതിയ കാഴ്ചകൾ തേടി മിരുതനും. ലിച്ച് കട്ടിലിൽ ബോധരഹിതയായി കിടക്കുകയാണ്. എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി ഫാദർ അവൾക്കരികിൽ നിൽപ്പുണ്ട്. അവർക്ക് ചുറ്റും കറുത്ത വസ്ത്രവും മുഖംമൂടിയും ധരിച്ച ആളുകളും. പിന്നിലെ പൂട്ട് പൊളിച്ച് വാതിൽ തുറന്ന് ഡെല്ല ഹാളിലേക്ക് ഓടി. പൊടിയും മാറാലയും പിടിച്ച ഇടനാഴി പോലെയൊരു ഭാഗത്തുകൂടിയാണ് ഡെല്ല ഓടുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഏത് വഴിയാണ് ഹാളിലേക്ക് പോകേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവളുടെ ദേഹം നിന്ന് വിറയ്ക്കുകയാണ്. ഇത്രയും കാലം നല്ലവരെന്ന് കരുതിയവരുടെ മുഖം മൂടിയാണ് അവൾക്ക് മുമ്പിൽ അഴിഞ്ഞു വീണിരിക്കുന്നത്. ഇടനാഴി അവസാനിക്കുന്നിടത്ത് മുകളിലേക്ക് കയറാനുള്ള പടവായിരുന്നു. ആ പടവിന് താഴെയായി ഒരു ചെറിയ വഴിയും. ഡെല്ല കുനിഞ്ഞ് പടവിനടിയിലൂടെ നടന്നു. അവൾ നിൽക്കുന്നതിനപ്പുറം കറുത്ത കർട്ടനുകൾ പാറിപ്പറക്കുന്ന ഇടം അവൾ കണ്ടു. അവിടെ നിന്ന് ഫാദറിൻ്റെ ശബ്ദവും അവൾക്ക് കേൾക്കാം. അങ്ങോട്ട് പോകാൻ ഡെല്ലയുടെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു. പക്ഷേ ഭയം അനുവദിക്കുന്നില്ല. താനിപ്പോൾ നിൽക്കുന്ന മുറിയുടെ അറ്റത്തുള്ള ജനാലയിലൂടെ ഡെല്ല ഹാളിലേക്ക് നോക്കി. മന്ത്രങ്ങൾ ചൊല്ലി തീർന്നതും ഫാദർ വായുവിലേക്ക് കൈകൾ ഉയർത്തിപ്പിടിച്ച് 2 നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. അപ്പോഴേക്കും ചുറ്റും കൂടി നിൽക്കുന്നവരിൽ ഒരാൾ ഒരു കത്തിയുമായി ഫാദറിനരികിലേക്ക് വന്നു. അയാളിൽ നിന്ന് കത്തി വാങ്ങി ഫാദർ ലിച്ചിയെ നോക്കി. ഇത് നിനക്കുള്ള രക്തമാണ്. ഈ രക്തം സ്വീകരിച്ച് മറ്റൊരു രക്തത്തെ നീ സംരക്ഷിക്കണം, ഫാദർ ഉറക്കെ പറഞ്ഞു.
ശേഷം കത്തികൊണ്ട് ലിച്ചിയുടെ നെഞ്ചിൽ ആഞ്ഞു കുത്താനൊരുങ്ങി. അത് കണ്ടതും ഡെല്ല ഹാളിലേക്ക് ഓടിയതും ആരോ പിന്നിൽ നിന്ന് അവളെ പിടിച്ചതും ഒരുമിച്ചായിരുന്നു. എന്നെ വിട്! അവൾ ബഹളം വയ്ക്കാൻ ഒരുങ്ങിയതും അയാൾ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. മിണ്ടരുത്! ആ സ്വയം ഡെല്ലയ്ക്ക് പരിചിതമായിരുന്നു. പക്ഷെ ആരാണെന്ന് തിരിച്ചറിയാൻ അവൾക്കായില്ല. എന്നിരുന്നാലും കറുത്ത വസ്ത്രവും മുഖംമൂടിയും ധരിച്ച അയാൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് ഡെല്ല ഉറപ്പിച്ചു. അയാൾ അവളെ തൂക്കിയെടുത്ത് തൻ്റെ തോളിലേക്ക് ഇട്ടുകൊണ്ട് പടവുകൾ കയറി മുകളിലേക്ക് നടന്നു. മുകളിലെ മുറിയിലെത്തിയതും ഡെല്ലയെ താഴെ ഇറക്കി. അതോടെ അവൾ അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു. പക്ഷേ അയാളുണ്ടോ സമ്മതിക്കുന്നു. മുറിയുടെ വാതിലിന് അവിടെ വെച്ച് തൻ്റെ കയ്യിൽ കയറി പിടിച്ച് അയാളുടെ പിടി വിടിയിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് നോക്കിയ ഡെല്ല ഫാദർ ലിച്ചിയുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന ദാരുണമായ ആ ദൃശ്യം കണ്ടു. ഫാദർ ലിച്ചിയുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി. ഒരു തവണയല്ല, പല തവണ. അതിനിടയിൽ ഉറക്കെ എന്തൊക്കെയോ മന്ത്രങ്ങളും അദ്ദേഹം ചൊല്ലുന്നുണ്ടായിരുന്നു. ചുറ്റുമുണ്ടായിരുന്നവരും അദ്ദേഹത്തിനോടൊപ്പം അവ ഏറ്റുപറഞ്ഞു. ആ കാഴ്ച കണ്ടതും ഡെല്ല തളർന്ന അവശയായി നിലത്തേക്കിരുന്നു. തക്ക മുതലെടുത്ത് അയാൾ ഡെല്ലയെ ബലമായി പിടിച്ച് മുറിയിലേക്കിട്ടു. മിണ്ടാതെ ഇവിടെ കിടന്നോ! വീണ്ടും പരിചിതമായ ശബ്ദം. മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി അയാൾ പടികളിറങ്ങി താഴേക്ക് പോയി. ഡെല്ല അപ്പോഴും ആകെ മൊത്തം മരവിച്ച അവസ്ഥയിലായിരുന്നു.